ഗോപി എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. ആ മുഖം കണ്ടപ്പോ എനിക്കങ്ങ് സന്തോഷം. എന്തുവാ? എനിക്ക് ഒരു അമേരിക്ക ഷോ കിട്ടി. അമേരിക്കയിലോ? എനിക്കറിയത്തില്ല ഗോപിയ, ഞാൻ ഈ കോമഡി മാസ്റ്റേഴ്സ് വന്നതിന്റെ ഒരു ഐശ്വര്യമാണോ എന്താന്ന് എനിക്കറിയത്തില്ല. തോന്നുന്നു ആ ആങ്കറിങ്ങിന്റെ ഒക്കെ എല്ലാം കൂടെ ഉള്ള ഒരു ഐശ്വര്യമായിരിക്കും. മക്കള് പുട്ടാണോ രാവിലെ കഴിച്ച് നന്നായിട്ട് തള്ളുന്നു. അമേരിക്കയിൽ ഒരു മാസം വലിയ ഇവന്റ് ആയിരിക്കും, വലിയ ഷോ. അവർക്ക് ആങ്കേഴ്സിനെ ഒന്നും വേണ്ടേ? അയ്യോ, ഞാൻ ചോദിച്ചു ഗോപികയുടെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ ആങ്കേഴ്സിന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഡാൻസ് അറിയാവോ? അറിയാവോ? അന്ന് ഡാൻസ് കളിക്കും. ആണോ? ഒന്ന് പാട്ടൂടെ പഠിച്ചു. ഞാൻ എന്തായാലും പുള്ളിയെടുത്തൊന്ന് പറഞ്ഞു നോക്കാം. എന്തേ ചേച്ചിക്ക് മീനവിയൽ ഇഷ്ടമാണോ? നീ വെച്ച് തരുവോ? ഇത് വെച്ച് തരും ഞാൻ, ഉറപ്പായിട്ട് വെച്ച് തരുവോ? എന്നാ പിന്നെ ഞാൻ ശക്തമായിട്ട് പറയും. ആണോ? ഞാൻ മീനവിയലും മീൻ അച്ചാറും മീൻ തോരനും വെച്ചു. ആദ്യം ഞാൻ മീനവിയലും മീനച്ചാറും മീൻ തോരനും കൂട്ടട്ടെ, എന്നിട്ട് നിന്നെ ശക്തമായിട്ട് ഞാൻ പറയാം. നീ ഒന്ന് പോയി വെച്ചിട്ട് വാ, പിന്നെ കഴിക്കാം. നീ വെച്ചിട്ട് വാ. ഇപ്പോ? പിന്നെ ഇപ്പൊ വേണം. എങ്കിൽ എന്നെ കൊണ്ടുപോവോ? ഈ കാലിവിടുന്ന് തിരുമ്മി തരുമോ? ഇവിടെയാണോ? അവിടെ. നല്ല സുഖം. മീനവിയല്. ഓക്കെ ശരി, അപ്പൊ ഞാൻ അറിയാം. അയ്യോ, നിങ്ങളിവിടെ ഇരിപ്പുണ്ടായിരുന്ന? ഇല്ല, സന്തോഷം കണ്ടേ കണ്ണ് കാണില്ല എന്നൊക്കെ പറയത്തില്ലേ? എന്തൊക്കെയാ കേക്കുന്നേ? എനിക്ക് സന്തോഷം വന്നിട്ടേ എനിക്ക് എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്നും എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ ഓക്കെ ആയി. ഫിലാഡൽഫിയയില്. അയ്യോ, നല്ല സ്ഥലോട്ടാ. ആണോ? നല്ല സ്ഥലമാണ്, ഞങ്ങളൊക്കെ പോയിട്ടുള്ള. ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാളാ വിളിച്ചേ. സ്പോൺസർ ആണോ? സ്പോൺസർ. നല്ല സ്പോൺസറാണ്. ആണല്ലേ? നല്ല സ്ഥലം. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള മലയാളീസ് നമ്മളെ ഷോയൊക്കെ നല്ലതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അവർക്കൊക്കെ നമ്മൾ ഈ നല്ല ഷോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വീകരണമായിരിക്കും, നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കും. കഴിയുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അമേരിക്കയിൽ ഷോയ്ക്ക് പോയിരിക്കും. അതൊക്കെ എന്റെ ലൈഫിൽ ആദ്യത്തെ സംഭവം. എനിക്കിത് ഈ സന്തോഷം എനിക്ക് എന്ത് ചെയ്യണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അത് മിസ് ചെയ്യരുത്, പോണോട്ടോ, മസ്റ്റ് ആയിട്ട് പോകണം. ഞങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ആദ്യം പോകുന്ന സമയത്ത്. ഞങ്ങൾക്കൊക്കെ പിന്നെ അയ്യോ അസീസ്, എനിക്കൊരു ഷോ കിട്ടി. എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ കിട്ടി. ഒന്നേ കിട്ടിയുള്ളൂ. അല്ല, കാനഡ ചിലപ്പോ ഒരെണ്ണം കൂടെ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അമേരിക്ക വരെ ഒരു ഷൂ ഇട്ടുണ്ടേ പോകത്തുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ടാണോ ഇനി ഒരു ഷൂ കാനഡയിൽ പോയി ഇടുന്നത്? ഇതൊക്കെ ചെലവല്ലയോ? എന്ത് ഉല്ലാസനം പറയുന്നേ? ഷൂ അല്ല, പിന്നെ ഷോ. അമേരിക്കയിലോ? അമേരിക്ക ഷോ കിട്ടി ഫിലാഡൽഫിയയില്. അമേരിക്ക ഫിലാഡൽഫിയയില്. ആരോ നിന്നെ? എന്നെ? എന്റെ അമ്മയാണോ? അസീസാണോ സത്യം എന്നെ വിളിച്ചേ? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമല്ലേ? ഫിലാഡൽഫിയല്ലോ? നീ ആ സ്ഥലത്തെ പറ്റി നിനക്ക് അറിയാമോ? നല്ല സ്ഥലമാണ്. അത് ഞാൻ പറയട്ടെ, അതൊക്കെ അങ്ങനെ പറയും. എടി, നിന്റെ അസ്ഥി ഉരുകി പോകും അതുപോലെ. -107 ഒക്കെ ഉണ്ട്. നമ്മുടെ നീ ഇപ്പൊ അമേരിക്കയിൽ എന്തിനാണ് പോകുന്നത്? ഞാൻ ഷോയ്ക്ക്. അവിടെ അമേരിക്ക ഈ ഫിലാഡൽഫിയയിൽ ഷോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ചന്ദ്രനിലൊക്കെ പോകുമ്പോൾ മാസ്ക് ചെയ്തിട്ട് പോകില്ലേ, അതുപോലെയാണ് അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ നെഞ്ചത്ത് പേരെഴുതി രശ്മി അസീസ്, അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് രശ്മി അസീസ് എന്നങ്ങനെയൊക്കെ. ഒന്നാമത് നിനക്ക് നടുവേദന ചെറിയ പ്രശ്നമൊക്കെ ഇല്ലേ? അങ്ങോട്ട് ചെന്ന് കയറിക്കോട്ടെ, തണുപ്പാണ്. തണുപ്പ് ഉല്ലാസേട്ടാ എന്നെ വിളിച്ച ജോർജ് ഏട്ടൻ പറഞ്ഞല്ലോ നല്ല ക്ലൈമറ്റ് ആണ്. ജോർജ് ഏട്ടൻ മഹാപറ്റിപ്പാണ്. ജോർജ് ഏട്ടനോ? എന്റെ ആരും പോകാത്തോണ്ട്, സത്യം പറഞ്ഞാൽ ആരും പോകാത്തോണ്ടാണ് ഇവിടെ വിളിച്ചത്. അല്ല, ഒരിക്കലും ആരും പോകത്തില്ല. നമ്മൾ ഒരു ഗിത്താറിസ്റ്റ് ഇങ്ങനെ നിന്ന് സ്റ്റെഫ് ആയി പോയി. തണുപ്പ് കാരണം മൂക്കിന്ന് ബ്ലഡ് വന്നു. എന്റെ ദൈവമേ, എനിക്ക് പോവല്ലേ. അല്ല, നിനക്ക് താല്പര്യമുണ്ട്. നമുക്ക് പറയാനുള്ളത് എനിക്ക് പോകണ്ട. നീ അയാളത്തെ വിളിച്ചപ്പോ ജോർജ് ഏട്ടൻ വിളിക്കുന്നു. എനിക്ക് പോകണ്ട നിങ്ങളൊന്ന് പറയോ? എങ്ങനെയല്ല ആ പരിപാടി ഒന്ന് ഒഴിവാക്കിക്കൂടെ? അവള് കഷ്ടം, അവിടെ ചെന്ന് അനുഭവിക്കണ്ടേ? ജോർജ് ഏട്ടാ, ഹലോ. അതാ ശരിയാ, ഞാനാണ് അസീസ്. കേട്ടാ? ഏതാ സീസൺ? പേടിക്കണ്ട, അവൻ സംസാരിച്ചത്. ഞാൻ ജോർജ് ഏട്ടൻ അമേരിക്ക വെച്ച് കണ്ടിരുന്നത്. ഒരു കോട്ടയത്ത് സുന്ദരനായ, ഞാൻ ഭയങ്കര ഫാനാണ് ജോർജ് ഏട്ടൻ. മനസ്സിലായി. ഓക്കെ. പിന്നെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. രശ്മിക്ക് തീരെ സുഖമില്ല. അതെ, മറ്റേ കാലൊക്കെ പഴുത്ത് ഭയങ്കര പ്രശ്നമുണ്ട്. തണുപ്പൊക്കെ അടിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. യൂറിക് ആസിഡ് വളരെ. പിന്നെ ജോർജ് ഏട്ടാ, ഞാനേ ശരിയാക്കുമല്ലേ? ഇപ്പൊ പറഞ്ഞ അവൻ റെഡി ആയിക്കോന്നും, ധൈര്യമായിട്ട് നിന്നോ, ഒരു പ്രശ്നമില്ല.
ഉണ്ട് ഉല്ലാസനുണ്ട്, ഞാൻ കൊടുക്കാം. ഉല്ലാസേട്ടാ, ജോർജ് ചേട്ടാ, ജോർജ് ചേട്ടാ. ആ ജോർജ് ചേട്ടാ, നീ പറഞ്ഞോ. അതെ രശ്മിക്ക് യൂറിക് ആസിഡ് കൂടിയിട്ടത്. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നതാണ്. ഷോയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? അയ്യോ, ഈ അവസ്ഥയിൽ തണുപ്പത്ത് എങ്ങനെയാണ്? അതെ, വേണ്ട വേണ്ട വേണ്ട. അല്ല ഞങ്ങളിപ്പോൾ ഷോ ചെയ്യുന്നുണ്ട്. ആ ഹാ ഹാ ഹാ, ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. അസീസേ, ഓ പെട്ടെന്ന് വാട്സാപ്പിൽ ആ പാസ്പോർട്ടിന്റെ കോപ്പി ഇട്ട് കൊടുക്കാം. ആ ജോർജ് ചേട്ടാ, പാസ്പോർട്ട് അയച്ചു തരാം. ഞാൻ നമ്മുടെ അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാമിൽ എല്ലാവരും ഉണ്ട്. കോട്ടയം നസീർക്ക് ഉണ്ട്, നാർഷൊക്കെ ഉണ്ട്, രഞ്ജിനി ജോസ് എല്ലാം. ആ നസീർക്ക് ഉണ്ട്, നസീർക്ക് ഉണ്ട്. നസീർക്ക് ഇപ്പോൾ പ്രോഗ്രാം കളിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ജഡ്ജ്മെന്റ് ആണിപ്പോ. ഇപ്പൊ ജഡ്ജ്മെന്റ് ആണ് സ്ഥിരം. വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ പുള്ളി റേറ്റ് അല്പം കൂടുതലാണ്. 1 കോടിയൊക്കെയാണ് വാങ്ങുന്നത്. വേണ്ടേ? ഓ ഓക്കെ. നാദർഷൊക്കെ ഉണ്ട്. നാദർഷൊക്കെ ഇപ്പൊ പാടുന്നില്ല. ഇപ്പൊ ഇക്കാരുടെ സിനിമയിൽ മറ്റുള്ളവരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ പാടാം. വേണ്ട ഞാൻ പാടാം. ആ ഉല്ലാസന പാടും. +2 പാടാന്ന് പറ. ആ ഉല്ലാസന +2 പാടും. പിന്നെ പ്രശ്നമില്ലല്ലോ. ഓ പിന്നെ വേറൊരാളുണ്ട്, നമ്മളെ രഞ്ജിനി ജോസ്. ആള് പാവാണ്, നമുക്കുണ്ടോ, നല്ല സിംഗറാണ്. അതെ, വലിയ റേറ്റ് ഒന്നുമില്ല. ചേട്ടൻ പറ. 25 കോടിയാ? എത്ര ലക്ഷോ? ഓക്കെ ഓക്കെ, 25 ലക്ഷം. രഞ്ജിനി, ഒരു 7 ലക്ഷം രൂപയ്ക്ക് പരിപാടി കളിക്കാൻ പറ്റും അമേരിക്കയിൽ. എന്ത് വെട്ടാണ് ചേട്ടാ, ഇതെന്ത് JCB യോ? അയ്യോ, എനിക്കൊന്നും കിട്ടുന്നില്ല. നമ്മൾ വെറുതെ ഒരു മയത്തിൽ. വരും വരും വരും. ഞാൻ കൂടെ എന്തെങ്കിലും കിട്ടണ്ടേ? നമ്മളൊരു പരിപാടി പിടിച്ചു നമുക്ക് എന്തെങ്കിലും. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞല്ല. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. പാസ്പോർട്ട് അയക്കാം. അത് റെഡിയായ? ആ അമേരിക്ക. ഞങ്ങളും അമേരിക്ക പോവാണ്. ലക്ഷ്മി, ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി കിട്ടി. ആണല്ലേ? അതെ, നമുക്ക് ജോർജ് ചേട്ടനാണ് നമ്മുടെ സ്പോൺസർ. നല്ല സ്പോൺസർ. നിങ്ങൾ എവിടെ പോന്ന്? നമുക്ക് അമേരിക്കയിൽ ഫിലാഡൽഫിയയിൽ. ആരാ നിങ്ങളുടെ സ്പോൺസർ? ജോർജ് ചേട്ടൻ. അയ്യോ, എന്നെ വിളിച്ചത് ജോർജ് ചേട്ടനാ. അത് നീ നിനക്ക് സുഖമില്ലാത്തോണ്ട് നിന്നെ സുഖമില്ലാത്തോണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇക്കായും കൂടെ ആ പരിപാടി ഞങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെ പോന്നു? ഞാനും പിന്നെ രഞ്ജിനി ജോസും ഉണ്ട്. ഞങ്ങൾ 3 പേര്. നിങ്ങൾ 3 പേരോടെ പോന്നു? അതെ അതെ അതെ. അപ്പൊ അവിടെ ഫിലാഡൽഫിയയില് ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞ്. അത് ആണുങ്ങൾക്ക് പ്രശ്നമില്ല, നിനക്ക് പ്രശ്നമില്ല. അപ്പൊ രഞ്ജിനിയോ? രഞ്ജിനി പാട്ട് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തോളും. പാട്ട് പാടും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പോന്നേ ഉള്ള പ്രശ്നം. അത് പക്ഷേ അത് കുഴപ്പമില്ല. നമ്മളിപ്പോ നിനക്ക് യൂറിക് ആസിഡ് അല്ലേ? അപ്പൊ അത് പോയി കഴിഞ്ഞാൽ തണുപ്പുള്ളിടത്ത്. അല്ല, നിങ്ങൾ പറഞ്ഞ ആർക്കും പോകരുത്, -ഡിഗ്രി ആണ്, അവിടെ പോവാൻ പാടില്ല, ആദ്യമായിട്ടൊന്ന് പോകരുത്. ആദ്യമായിട്ട് പോകരുത്. നീ ഫസ്റ്റ് ടൈം അല്ലേ? നിനക്ക് പോകാൻ പാടില്ല, നമുക്ക് പോവാം. അത് നമ്മളിപ്പോ 3-4 പ്രാവശ്യമായല്ലോ, അതുകൊണ്ട് നമുക്ക് പോവാം. നീ ഫസ്റ്റ് ടൈം ഒരിക്കലും പോരും. അപ്പൊ എനിക്ക് വന്ന ഷോ 2 പേരോട് അങ്ങ് വെട്ടിയെടുത്ത്. അങ്ങനെ പറയരുത്, അങ്ങനൊന്നും പറയരുത്. അങ്ങനെ പറയരുത്. നമ്മുടെ ആരോഗ്യമാണ് വലുത്. നീ അത് ആദ്യം പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കും. പിന്നെ വരുമല്ലോ. ഞങ്ങൾ തുടക്കാതെ നീ ആദ്യം ഒരു പരിപാടി പിടിക്കാൻ നോക്ക്. പരിപാടി അങ്ങോട്ട് പിടിച്ചു വരുമ്പോ വെട്ടി അങ്ങ് എടുക്കണം. ഓക്കെ ഓക്കെ. ജോർജ് ചേട്ടൻ വിളിക്കുന്നു. നിക്ക് ഒരു മിനിറ്റ്. ഹലോ ജോർജ് ചേട്ടാ. ആരാ? നസീറയ്ക്കോ? നസീറയ്ക്കോ കോള്? ഒരു മിനിറ്റ്. ഇവിടെ നിന്ന് കുറച്ചൊന്ന് പോയിട്ട് പറയണേ കേട്ടോ. നല്ല പരിപാടി പറഞ്ഞേ. ഹലോ, ആ ജോർജേട്ടാ. ആ നമസ്കാരമുണ്ട്. ഏതാണ്? ആ ഡേറ്റ് കുഴപ്പമില്ല. ഇല്ലല്ല. ഏതാ? 2.5 മണിക്കൂറല്ലേ വേണ്ട പരിപാടി? 2 മണിക്കൂർ ഞാൻ 1 മാൻ ഷോ ഒറ്റയ്ക്ക് കളിക്കും. പിന്നെ പാട്ടല്ലേ, 1/2 മണിക്കൂർ പാടാൻ വേണ്ടി 5-6 പാട്ട് പോലെ. നാദർഷൊക്കെയും പിന്നെ രഞ്ജിനി ജോസും ഉണ്ട്. നമ്മൾ റെഡി പറഞ്ഞു. പക്ഷെ അവർ കുഴപ്പം പറഞ്ഞാൽ അവരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോകണം. ഭയങ്കര എമൗണ്ട് ചോദിക്കും. പുള്ളി ഇപ്പോൾ ഡയറക്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട. 4 പാട്ടൊക്കെ ഞാൻ പാടിക്കളാം. റേറ്റ് ഒന്നും കുഴപ്പമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞല്ലോ, കോടികൾ മേടിക്കുന്നൊക്കെ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുമല്ലേ അല്ലേ? ശരി ശരി, ആയിക്കോട്ടെ, ഞാൻ അയച്ചേക്കാം. ഞാൻ കൊടുക്കാം നിങ്ങൾക്ക്. ജോർജ് ചേട്ടാ എന്നോട് അസീസ് കൊടുക്കാം. ചേട്ടാ ഓക്കെ. അപ്പൊ പാസ്പോർട്ട് അയക്കട്ടെ? വാട്സാപ്പിൽ ഇട്ടേക്കാം. വാട്സാപ്പിൽ ഇടാം. വേണ്ടേ? നസീർക്ക് മാത്രമേ ഉള്ളൂ പാസ്പോർട്ട്? പാസ്പോർട്ട് നമ്മൾ അയക്കണ്ട, നസീർക്ക് അയച്ചോളൂ. അപ്പൊ നമ്മളെന്താ കള്ളൻ ട്രെയിൻ കയറി ചെല്ലോ അമേരിക്കയിൽ? ഓക്കേട്ടാ. എന്ത് സംഭവം എന്താ? നീ നസീർക്ക വലിയ കഷ്ടായി പോയിട്ടാ. എന്ത് വിഷയം എന്താന്ന് പറയാം. നമ്മളെ പരിപാടിക്ക് വേണ്ടിയാന്നു, പുള്ളിയെ മാത്രം മതി. നസീർക്ക ഇതെന്തൊക്കെ എങ്ങനെ കാണിച്ചു? ഇത് ചതിയല്ലേ നമ്മളടുത്ത് ഇങ്ങനെ കാണിക്കണം? നമ്മുടെ പരിപാടി ഇല്ല. അതെ, നേരത്തെ അസീസും ഉല്ലാസും ഒരു ചോദ്യം ചോദിച്ചില്ല നസീറിന്റെ അടുത്ത്. കോട്ടയം നസീറിന് എത്ര ഷോ ഗൾഫിലും അമേരിക്കയിലും കിട്ടണം എങ്ങനെയെന്ന് ഒരു ചോദ്യം ചോദിച്ചാ? അതിന്റെ ഉത്തരം ഇപ്പൊ കിട്ടിയാ? ഇപ്പൊ കിട്ടി. ഇങ്ങനെയാണ്
പരിപാടി പിടിക്കണം അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി പരിപാടി വെട്ടിപ്പിടിക്കണം എങ്ങനെയാന്ന്. വെട്ടിപ്പിടിച്ചോ? പരിപാടി വെട്ടിപ്പിടിച്ചില്ലേ? വെട്ടിപ്പിടിക്കാൻ ഇദ്ദേഹം ആര്? ടിപ്പു സുൽത്താനോ? ഓ മിമിക്രി രാജാവ് പുലി കഴുതപ്പുലിയായിരിക്കും. നീ വാടക ചുമ്മാ നടന്നു. എന്ത് സന്തോഷം വന്നാലും ആരോടും ഒന്നും പറയരുത്. ഇങ്ങനെ ഓരോന്നൊക്കെ പോകുന്നത്. ഇനി ആ ഒരു അക്ഷരം പറയാൻ പറ്റത്തില്ല. നീ ഞങ്ങളോട് പറഞ്ഞത് അങ്ങോട്ട് പോ.